സുഹൂർ എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ട് കഴിക്കരുത്. നമ്മൾ ലൈറ്റായിട്ട് നമ്മുടെ പിന്നെ പ്രത്യേകിച്ച് ഈ പിന്നെ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഐറ്റംസ്, പാനീയങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. അത് ജ്യൂസുകൾ, പഴച്ചാറുകൾ എന്നുള്ളത് ഏത് പഴങ്ങൾ സെലക്ട് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും. കൂടുതൽ സിട്രിക് ആയിട്ടുള്ള പഴങ്ങളൊക്കെ ആണെങ്കിൽ അത് ചിലപ്പം അത്ര ഗ്രേപ്സ്, ഓറഞ്ച്, ലെമൺ ഒക്കെ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് അസിഡിറ്റി ഉള്ളവർക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡിങ് ആണ്. ഒരാൾക്കുള്ളത് പോലെ ആവില്ല ഒരാൾക്ക്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് കഴിക്കാം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ സുഹൂറിന്റെ സമയത്ത് നമ്മൾ കൂടുതൽ പിന്നെ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഐറ്റംസ്, അത് സൂപ്പാവാം, നമുക്ക് വെജിറ്റബിൾ സൂപ്പുകൾ ഉണ്ടാക്കി കഴിക്കാം, അതെ സാലഡ്സ് ആവാം, ഈത്തപ്പഴം കഴിക്കാം, നേന്ത്രപ്പഴം കഴിക്കാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഊർജ്ജദായകമായിട്ടുള്ള ഭക്ഷണങ്ങളാണ്, നല്ല ഊർജ്ജം തരും. പിന്നെ 2 തരത്തിലാണ് ആളുകളുള്ളത്. ഒന്നുകിൽ ഒന്നും കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഹെവി ആയിട്ട് കഴിക്കുക. അന്നത്തെ ദിവസം മുഴുവൻ പട്ടിണി കിടക്കണമല്ലോ, അപ്പൊ പകല് മുഴുവൻ പട്ടിണി കിടക്കേണ്ടത് കൊണ്ട് നമ്മൾ ഭക്ഷണം മാക്സിമം കഴിച്ച് എല്ലാം കൂടെ ഒറ്റ തട്ടിൽ അങ്ങോട്ട് തട്ടി കൊടുക്കുന്ന രീതി കണ്ടിട്ടുണ്ട്. അവിടെ എന്താ വിഷയം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓവറായിട്ടുള്ള ഭക്ഷണം ഒരിക്കലും നമ്മൾ ദഹന വ്യവസ്ഥയ്ക്ക് കൊടുക്കുന്ന ഒരു വിശ്രമം കൂടിയാണ് നോമ്പ് കാലം, റമദാൻ കാലം. ഇപ്പൊ ആയുർവേദ ശാസ്ത്രത്തിൽ ഇതിനെ പറയുന്ന ഒരു ഉപവാസം ഒരു ചികിത്സാ മാർഗമായിട്ട് കൂടിയാണ് നോമ്പ്, ഉപവാസം എന്ന് പറഞ്ഞത്. പക്ഷെ ഉപവാസവും നോമ്പും ഉദ്ദേശങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ അമിതമായിട്ട് ആഹാരം കഴിക്കുന്നതും പ്രശ്നമാണ്. കാരണം എത്ര നമ്മൾ ഭക്ഷണം കഴിച്ചാലും ഒരു 3 or 4 hours കൊണ്ട് ദഹിച്ചു കഴിഞ്ഞു നമ്മൾ എത്ര കഴിച്ചാലും. അപ്പം നമുക്ക് പിന്നേക്ക് സ്റ്റോർ ചെയ്യാന്ന് വിചാരിച്ച് വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യരുത്. മിതമായ രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ ചെറിയ കാർബുകളും കൂടുതൽ പ്രോട്ടീനുകളും അടങ്ങുന്ന ഭക്ഷണങ്ങൾ. ഈത്തപ്പഴം കഴിക്കുന്നവരുണ്ട്, അതുപോലെ സൂപ്പുകൾ കഴിക്കുന്നവരുണ്ട്. കഞ്ഞി ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ്. കാരണം കൂടുതൽ വെള്ളം അടങ്ങിയിട്ടുണ്ട്, കാർബും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഒരു അസിഡിറ്റി കേസ് ഉള്ള ഒരു പേഷ്യന്റ് നോമ്പ് കാലത്ത് അല്ലാതെ വരികയാണെങ്കിൽ, നോർമൽ കേസിൽ ഭയങ്കര, ചിലർക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ഹൈപ്പർ അസിഡിറ്റി ആയിരിക്കും, നെഞ്ചരിച്ചിലൊക്കെ ആയിരിക്കും. അപ്പൊ അവരോട് നമ്മൾ രാത്രി കാലങ്ങളിൽ പറയാറ്, ഈ നമ്മുടെ അരി വേവിച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അതിന്റെ മട്ട് എടുക്കാൻ പറയും. ഏറ്റവും അടിഭാഗം ഭയങ്കര റിച്ച് ആയിരിക്കും കാർബില്. ആ മട്ട് എടുത്തിട്ട് അതിൽ കുറച്ച് കഞ്ഞി അല്ലെങ്കിൽ ചോറ് വറ്റ് ഇട്ടിട്ട് കഴിക്കാൻ പറയും. കാരണം അത് കുറച്ചൊരു നമ്മുടെ ഡൈജഷനെ ഒന്ന് കറക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അത് കുറച്ച് ടൈം എടുത്ത് ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ആ ഒരു ആസിഡ് പെപ്റ്റിക് ഡിസീസ് വരാനുള്ള ചാൻസുകൾ കുറയും.